ഒന്നാം ഭാവത്തെക്കുറിച്ച് അല്ലെങ്കിൽ ലഗ്നഭാവത്തെക്കുറിച്ച്. ലഗ്നാധിപതി പാപഗ്രഹങ്ങളോട് ചേർന്നാലും 12, 6, 8 ഈ സ്ഥാനങ്ങളിൽ നിന്നാലും ജാതകന് ശരീരസൗഖ്യം ഉണ്ടാകുന്നതല്ല. ലഗ്നത്തിൽ 12, 8, 6 ഈ സ്ഥാനങ്ങളുടെ അധിപന്മാർ നിന്നാലും ഒരിക്കലും സുഖമുണ്ടാകുകയില്ല. ലഗ്നത്തിൽ ക്രൂരഗ്രഹങ്ങൾ നിന്നിരുന്നാലും ലഗ്നേശൻ ബലമില്ലാത്തവനായിരുന്നാലും പല പ്രകാരത്തിലുള്ള ദുഃഖങ്ങളും ശരീര സൗഖ്യമില്ലായ്മയും രോഗപീഠയും ജാതകനുണ്ടാകും. ലഗ്നാധിപതി ലഗ്നത്തിൽ നിന്നാലും ബുധൻ, വ്യാഴം, ശുക്രൻ ഇവരോടുകൂടിയായാലും കേന്ദ്രത്തിൽ നിന്നാലും തൻ്റെ ഉച്ചത്തിൽ നിന്നാലും ബന്ധുക്ഷേത്രത്തിലോ ശുഭക്ഷേത്രത്തിലോ നിന്നാലും ശുഭഗ്രഹങ്ങളുടെ ദൃഷ്ടിയുണ്ടായാലും ഈ വിധമുള്ള യോഗത്തോടു കൂടിയ മനുഷ്യൻ രാജതുല്യനായും മന്ത്രിയായും എല്ലാവിധ സമ്പത്തുക്കൾക്കും ആസ്ഥാനമായിട്ടുള്ളവനും സൽഗുണസമ്പന്നനായും പുണ്യവാനായും സുന്ദരനായും എല്ലാവരാലും മാനിതനായും ഭവിക്കും. ലഗ്നൻ ക്രൂരരാശിയാകുകയും പാപികളുടെ ക്ഷേത്രത്തിൽ ലഗ്നാധിപൻ നിൽക്കുകയും ചെയ്താലും ക്രൂരഗ്രഹങ്ങളുടെ മധ്യത്തിൽ ആദിത്യചന്ദ്രന്മാർ നിന്നാലും ആദിത്യചന്ദ്രന്മാരുടെ 7ാം ഭാവത്തിൽ ചൊവ്വ നിൽക്കുകയോ പൃഷ്ഠോദയരാശിയിൽ ബുധൻ വരികയോ ചെയ്താലും ആ ജാതകൻ ധിഷ്ണാശാലിയായും അവിവേകിയായും ചീത്തപ്രവൃത്തികൾ ചെയ്യുന്നവനായും അന്യരുടെ ഗൃഹത്തിൽ താമസിക്കുന്നതിന് താല്പര്യമുള്ളവനായും ശോഷിച്ച ശരീരപ്രകൃതിയോടുകൂടിയവനായും ഭവിക്കും.